ദൈവം നേരിട്ട് പറയുകയാണ്, ജീവപുസ്തകത്തിൽ നിന്ന് ഞാൻ പേര് മായ്ച്ചു. നേരിട്ട് പറയുന്ന വേറെ ആരോടുമല്ല, മോശയോടാണ് പറയുന്നത്. ആരുടെ പേര്? ദൈവം പറയുന്നു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. അപ്പോ ദൈവം വെറും എംപ്റ്റി ത്രെട്ട് ഒന്നും നടത്തത്തില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിത് കാഷ്വൽ ആയിട്ട് എടുത്തുകൊണ്ട് ഓടുകയാണ്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഓടുകയാണ്. അതിന്റെ കാരണം ലോകത്തിൽ പിശാചിന്റെ ശക്തിയാണ്, അവന്റെ ആളുകളാണ്. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം മനസ്സിലാക്കി ഒരു ഹോളി ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നയിക്കപ്പെടുവാൻ ദൈവത്തിന്റെ കൃപയിൽ സമർപ്പിക്കുക. Dear brothers, let us begin by visiting a word that God Himself says to Moses, where God Himself says that I will erase the names of people from the book of life. And whose names did He say? He said, I will erase the names of those who have sinned against me from the book of life. So remember that God does not make empty threats. So even though we have seen these words, we are running our life in a casual manner without trying to lead a holy life. Remember, that's not right. Let us focus on leading a holy life so that we'll be pleasing to God. ആ വേട് നമുക്കൊന്ന് വെളിപ്പാട് പുസ്തകം 3:5 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്യുമ്പോഴല്ല പേര് വായിക്കണേ. നമ്മുടെ ജീവിത അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹോൾ ലൈഫ് ദൈവം കൺസിഡർ ചെയ്യും. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആ ഹോൾ ലൈഫ് കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് ജയിച്ചോ തോറ്റോ തീരുമാനിക്കുന്നത്. എന്നിട്ടാണ് മായ്ക്കണോ വേണ്ടയോ എന്ന് ദൈവം തീരുമാനിക്കുന്നത് എന്നാണ് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. സഭയോട് പറയാണ്, വെളിപ്പാട് പുസ്തകം 3:5 യേശുക്രിസ്തു നേരിട്ട് പറയാണ്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. പുറപ്പാട് 32:32 മുതൽ വായിച്ചപ്പോ പിതാവ് മോശയോട് പറഞ്ഞു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ ഞാൻ മായ്ച്ചു കളയും. ഇവിടെ പുത്രനായ ക്രിസ്തു പറയുകയാണ്, ജയിക്കുന്നവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയാതെ. അതിന്റെ അർത്ഥം ജയിക്കാത്തവന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എപ്പോ? നമ്മളുടെ ജീവിത അവസാനമാണ്, ജീവിതം കഴിഞ്ഞിട്ടാണ് അത് ദൈവം തീരുമാനിക്കുന്നത്. മായ്ക്കണോ വേണ്ടി ഇടയ്ക്ക് വെച്ച് മായ്ക്കുക എഴുതുക. അങ്ങനെയുള്ള പരിപാടികളില്ല. നമ്മുടെ ജീവിതം കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് എന്താണെന്ന് ദൈവം തീരുമാനിക്കുന്നത്. അതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്ന തിരിച്ചറിവ് വേണം. എന്നിട്ട് പറയാണ്, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നദ്ധിയിലും പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റ് പറയോ. ഹല്ലേലൂയ. നാം പലപ്പോഴും ഭൂമിയിൽ മാത്രമല്ലേ റെക്കമെൻഡേഷൻ ഒക്കെ കണ്ടിട്ടുള്ളൂ, സ്വർഗത്തിലും ഉണ്ട് റെക്കമെൻഡേഷൻ. ഹല്ലേലൂയ. യേശു പറയാണ്, എന്റെ പിതാവിന്റെ മുമ്പിലും പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഞാൻ ഏറ്റു പറയും. അതുകൊണ്ട് യേശുവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളുക. Dear brothers, so as we discussed, God is not going to erase our name and write it again and then erase and write it again as the brother had asked in this doubt. How it will happen is at the end of times, God will judge our entire life, as Paul says that everyone will receive according to what he has done, whether good or bad. So, and let's look at the verse that we discussed just before. This is in Revelation chapter 3 verse 5, where Jesus says that he who overcomes will thus be clothed in white garments, and I will not erase his name from the book of life, and I will confess his name before my Father and before his angels. So here Jesus says that if a person overcomes, he will be clothed in white garments, and he will not, and his name I will not erase from the book of life. Remember in Exodus chapter 32, the Father is saying that I will erase the names of those who have sinned. And here this is saying that these people I will not erase from the book of life. So so dear brothers, this is the salvation that is to be revealed at the end of times. As we discussed, we have already attained salvation when we believed in Jesus Christ, but the salvation is completed only at the end of times, and this is the place where the salvation is completed.
And in order for that, we should here again we can see that Jesus says, "I will confess His name before my Father and His angels." So we can see this is a recommendation. We have seen recommendation in this world, but this is a recommendation in the heavenly realm where Jesus is recommending us to our heavenly Father, to our heavenly Father. So, dear brothers, we should be careful to live a life that is pleasing to our Lord Jesus. നമ്മള് ഇതുമായിട്ടുള്ള ബന്ധത്തില് രണ്ടാമത്തെ സംശയത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. ആ സംശയം നമ്മുടെ ആ മുഴുവൻ മെസ്സേജ് കേട്ടപ്പോ, 1 മിനിറ്റ് മെസ്സേജ് കേട്ടപ്പോ, അതായത് നമുക്ക് ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന നല്ലൊരു മിനിസ്ട്രിയാണ് ഈ 1.5 മണിക്കൂർ 2 മണിക്കൂർ മെസ്സേജിന്റെ ഉള്ളിൽ നിന്ന് 1 മിനിറ്റ് മെസ്സേജ് ഉണ്ടാക്കി വിടും. യൂട്യൂബിലേക്ക്, ഫേസ്ബുക്കിലേക്കൊക്കെ. അതിന്റെ കണ്ടന്റ് അത് കോർ മാത്രമുള്ള അതിന്റെ എസൻസ് എന്ന് മാത്രമാണെങ്കിൽ പറയാം. ഈ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് എസൻസ് എടുക്കത്തില്ല, അങ്ങനെ എസൻസ് മാത്രമേ ഉള്ളൂ. അപ്പോ അത് കേട്ട് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള ബോഡി, ആ മെസ്സേജിന്റെ ബോഡി എന്നാന്ന് കേൾക്കാത്തവർക്ക് കൺഫ്യൂഷൻ വരും. അപ്പോ ആദ്യം അത് കേട്ടപ്പോ 1 മിനിറ്റ് മെസ്സേജ് കേട്ടപ്പോ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയി. എന്നാൽ മുഴുവൻ മെസ്സേജ് നമ്മുടെ സഹോദരങ്ങൾ അയച്ചു കൊടുത്തപ്പോ അത് കേട്ടപ്പോ എല്ലാവരും ഒക്കെ കൺഫ്യൂഷൻ മാറി. വീണ്ടും അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിൻ ആകാശത്തിലൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ എയർ ഗട്ടർ വരുമ്പോ പെട്ടെന്ന് സയറിന് അതിന് ചെറിയൊരു ബീപ്പ് സൗണ്ട് വരും. തുടർന്ന് പറയും നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് പോലെ ശ്രദ്ധയോടെ വചനത്തിലൂടെ മാത്രം കയറി പോയാൽ ഈ കാര്യം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷനായി മാറും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും ഇതാ, നിങ്ങള് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പേര് ജീവിതത്തിൽ മാറ്റത്തില്ല. അപ്പൊ ഇനി മനസ്സിലായില്ലെന്നും പറഞ്ഞുകൊണ്ട് പാടുപെടണ്ട, വിഷമിക്കേണ്ട. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മുഴുവൻ മെസ്സേജ് കേട്ടപ്പോൾ കുറെ ക്ലിയർ ആയി. ഒരു സംശയം, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ ലാസ്റ്റിൽ അതിൽ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത കളകളെ കാണുമോ? അപ്പൊ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ആളുകളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, പേരില്ലാത്ത കളകളെ കാണുമോ? കാരണം ആ വ്യക്തി യേശുവിനെ വിശ്വസിച്ച് കർത്താവ് രക്ഷകനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് പിതാവാം ദൈവത്തിന്റെ കുടുംബത്തിൽ മകനാകാൻ ആഗ്രഹിച്ചാൽ കഴിയുമോ? ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, കളകൾ അവിടെ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബൈബിളിൽ നിന്നൊരു ഉത്തരം പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ. ഇതൊക്കെ ആര് കാണണം ആര് കാണണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് സ്വർഗത്തോ ഇതാണ്. ഓക്കെ, അതൊന്നും എന്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പിന്നെ ബൈബിളിൽ നിന്ന് ഞാനൊരു വേർഡ് പറയാം. കർത്താവ് പറഞ്ഞത്, കള ദുഷ്ടന്റെ പുത്രന്മാർ, അവയെ വെട്ടി തീയിലിട്ട് ചുട്ടുക. ഇത്രയേ ബൈബിളിൽ നിന്ന് കാണുവാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഗോതമ്പിനെ അവിടെ വെച്ചിരിക്കുന്നത്, മത്തായി സുവിശേഷം 13-ാം അധ്യായം പറയുന്നത്, ഗോതമ്പിനെ അവിടെ വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. അതിൽ ചിലത് 30, ചിലത് 60, ചിലത് 100, ചിലത് കളയുടെ കൂടെ കൂടി ഫലം കായ്ക്കാതെ അതിനെ രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. Dear brothers, so let us come to the question that was asked. This was asked by another servant of God. So he happened to hear a 1 minute message of ours. So remember, that's also another ministry that we are doing, where we are cutting out small messages from our big messages, small 1 minute messages, for the ease of hearing of people. And this is like we are condensing. We are only taking out the very essence of that message. And sometimes when this person hears, he is not able to, since he does not know the overall context of that message, he had a confusion. And when we sent the message, he said that most of his confusion has been relieved, but he still has one more question remaining. The question that remains is that to those who believed and attained salvation, God joined them into the church day by day, joined them with the church of Christ day by day. So he was saying that will tares, we as we discussed, there are 2 types of seed. There is the wheat and there is the tare. And this servant of God is asking that will tares be also be among those who have joined the church? That is, they desire to have eternal life. They believed in Jesus' atoning sacrifice. They confess Jesus as Lord and Savior and desire to be part of the heavenly Father's family. And will such people, will these tares also join the church, and will they be cut off at the end? So dear brothers, please be careful when you hear this message. Try to focus only on the verses of God by flowing only through the verse of God. And even if you don't understand it fully, remember that this is not important for salvation. As long as you lead a holy life, you will be able to
maintain our names in the book of life till the end of book of life at the end. So here, let me reply to you, brothers, that I can only reply from the Bible, and from the Bible, the only message that I can say is that the tares are the children of the devil, and they'll be cut down at the end. I cannot say anything more than that. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഇപ്പോഴും തുടർന്നും ഈ വചനം ശ്രവിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കുകയും കൂട്ടായിരിക്കുകയും നിങ്ങളുടെ എല്ലാ ജീവിത ആവശ്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ ഇടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone who is present here and to everyone who will watch this in the future as well. May God help you and be with you in all your needs and help you in all your needs. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും മനസ്സിലാക്കുക, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരല്പസമയങ്ങളേ ഉള്ളൂ. ഒരല്പസമയമേ ഉള്ളൂ. ഈ സമയം വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. ശ്രദ്ധിച്ച് ജീവിച്ചില്ല എങ്കിൽ നാം കുഴികളിൽ വീഴുവാനായിട്ട് ഇടയാകും. കുഴികളിൽ വീണാൽ നമ്മുടെ ടൈം നഷ്ടപ്പെടും, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മളുടെ സമാധാനം നഷ്ടപ്പെടും, നമ്മളുടെ പണം നഷ്ടപ്പെടും. ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ജീവിതത്തെ നാം ഡ്രൈവ് ചെയ്യുവാൻ. ഒരു കാർ ഡ്രൈവ് ചെയ്യുന്നത് പോലെ, ഒരു ബൈക്ക് ഡ്രൈവ് ചെയ്യുന്നത് പോലെ ഇതാ വളരെ ശ്രദ്ധിച്ചായിരിക്കും ചിലർ ഓടിക്കുന്നത്. പക്ഷെ ചിലരങ്ങനെയല്ല, കെയർലെസ് ആയിട്ട് ഓടിക്കുവാനായിട്ട് ഇടയാകും. അതേപോലെ ഈ ജീവിതവും നാം വളരെ ശ്രദ്ധിച്ച് ഗൈഡ് ചെയ്യുവാൻ ഇടയായില്ലെങ്കിൽ ആക്സിഡന്റിൽ സംഭവിക്കും. നമ്മളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ ശത്രു ജയമെടുക്കുവാൻ ഇടയാകും. Dear brothers, the life that we have on earth is a very short life, so we should be very careful in how we spend our time. If we are not careful, then we will fall into pits, and that will result in us losing our time, losing our peace, losing our health, losing our money, and even losing our life. So we should be very careful in how we spend our life. We should be careful in like how we drive our vehicle on the road. Some people are very careful, some people are not very careful, and if they are not very careful, they end up in accidents. So in the same way, we should also be very careful in how we drive our life. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആരെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങളിലും വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം ഇവിടെ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വിഷയങ്ങളെ, പ്രശ്നങ്ങളെ, അത് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന വിഷയങ്ങളായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നിങ്ങളിപ്പോ കാണുന്നത്. എന്നാൽ ആ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വിഷയങ്ങളെ ദൈവത്തിന് ആ രീതി മാറ്റിയിട്ട് അത് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നതിനും പകരമായിട്ട് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെ അടുത്ത തലത്തിലേക്ക് ഉയർത്തി മാറ്റുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് ദൈവത്തിന് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ പിറുപിറുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ഈ വിഷയം ഒരു സീഡാക്കി എടുത്ത് നിന്നെ മനോഹരമാക്കി മാറ്റും നിന്റെ ജീവിതത്തെ. Dear brothers, if you are in the middle of some suffering or some other issues, remember that you have hope. If you trust in God, then remember that God can change the obstacle that you are facing right now, the suffering that you are facing right now. He can change that from a stumbling block
into a stepping stone, whereby you can step on that and rise to another level in your life. So, dear brothers, always have hope in trust in God and cry out to Him. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ് ഞങ്ങളുടെ കുടുംബജീവിതം തകർന്ന് തരിപ്പണമായ ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെത്. ഞാൻ ഓർക്കുകയാണ് 32-33 വർഷങ്ങൾക്ക് മുൻപ് എന്റെ അമ്മയുടെ മേത്തേക്ക് വലിയൊരു ചില്ലിത്തെങ്ങിൽ നിന്ന് ഒരു വലിയ തേങ്ങ വന്ന് എന്റെ അമ്മയുടെ മേത്തേക്ക് വന്ന് വീണു. അമ്മ അതോടുകൂടി താഴെ. ആശുപത്രികളിൽ വർഷങ്ങളോളം, ഞാൻ ചിന്തിക്കുന്നു ഏകദേശം 3 വർഷത്തിലധികം അല്ലെങ്കിൽ അതിലധികമോ ഡോക്ടർമാരുടെ ചികിത്സയിലായിരുന്ന എൻ്റെ അമ്മ, ആ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൽ, ആ വിഷയത്തിലൂടെ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഇടയായപ്പോൾ ആ വിഷയത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി, ഒരു നാഴികക്കല്ലായി, ഒരു ചവിട്ടുകല്ലായി ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റുകയുണ്ടായി. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങളുടെ ജീവിതം യഥാസ്ഥാനപ്പെട്ട് കടന്നു വരുവാൻ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ യഥാസ്ഥാനപ്പെട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഇന്നത്തെ വിഷയങ്ങളെ ഓർത്ത് ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പകരം ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിൽ ആശ്രയിക്കുക. എല്ലാ കൂപമണ്ടൂപക ബുദ്ധികളും വിട്ടുകളഞ്ഞിട്ട് ക്രിസ്തുവെ അനുഗമിക്കുക. നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നാം ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. എന്നാൽ കയ്യിലിരിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് ലഭ്യമാവുകയും നമ്മുടെ ഭാവി മനോഹരമാവുകയും ചെയ്യും. Dear brothers, let me share with you that my own family was a broken family many years back. Some 32 years back, a coconut tree fell on my mother, and as a result of that, she ended up having to go to hospital after hospital for several months. That was a major obstacle, major suffering in our lives, but we trusted in God, and He converted that from a stumbling block into a stepping stone. A massive change in our life, and personally speaking, my own life was blessed exceedingly after trusting in God with respect to that. So let me advise you, dear brothers, always trust in God. Don't rely on your myopic, short-sighted brain, on your frog in a well brain, frog in a well ideas. Instead, trust fully in God and commit to Him, and He will transform your life. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തുടക്കത്തിലെ ആ എൻകറേജ്മെന്റ്, എക്സോർട്ടേഷൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് തന്നതാണ്. ഇനി ഒരു സംശയ നിവാരണത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ സംശയ നിവാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നു 2-3 ആഴ്ച മുമ്പ് ജീവപുസ്തകത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. ആ ജീവപുസ്തകത്തെ കുറിച്ച് സംസാരിച്ചപ്പോ അതില് ചിലർക്ക് ചില ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ശരണപ്പെടാം. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതലായി ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് കുറച്ചുകൂടി കൂടുതലായി മനസ്സിലാക്കുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടാം. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജീവപുസ്തകത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളുടെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമല്ല എങ്കിൽ നമ്മളുടെ പേര് ജീവിതം മാറ്റി കളയും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ. അതിനായി ദൈവങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. Dear brothers, today the topic that we'll be discussing will be with respect to a doubt that we addressed like few weeks back, 3 weeks back. It was with respect to the book of entering the names in the book of life. And after that message, there were some other doubts that came up. So I would like to address those now, and I would like to address what I have also pass on what I have also understood. So dear brothers, before that,
it is important to know that whether you understand this message or whether you do not understand this message, it's not affecting salvation. It is important that our own life is a pure life, our own life is a righteous life, and if we are not living a righteous life, then we may stumble. So let's begin the message. ഹല്ലേലൂയ. നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നേരിട്ട് പറയുകയാണ്, ജീവപുസ്തകത്തിൽ നിന്ന് ഞാൻ പേര് മായ്ച്ചു കളയും. നേരിട്ട് പറയുന്ന വേറെ ആരോടുമല്ല, മോശയോടാണ് പറയുന്നത്. ആരുടെ പേര്? ദൈവം പറയുന്നു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. അപ്പോ ദൈവം വെറും എംപ്റ്റി ത്രെട്ടൊന്നും നടത്തത്തില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളിത് കാഷ്വൽ ആയിട്ട് എടുത്തുകൊണ്ട് ഓടുകയാണ്, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഓടുകയാണ്. അതിന്റെ കാരണം ലോകത്തിൽ പിശാചിന്റെ ശക്തിയാണ്, അവന്റെ ആളുകളാണ്. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അങ്ങനെയല്ല, വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം മനസ്സിലാക്കി ഒരു ഹോളി ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നയിക്കപ്പെടുവാൻ ദൈവത്തിന്റെ കൃപയിൽ ശ്രമപ്പെടുക. Dear brothers, let us begin by visiting a word that God Himself says to Moses, where God Himself says that I will erase the names of people from the book of life. And whose names did He say? He said, I will erase the names of those who have sinned against me from the book of life. So remember that God does not make empty threats. So even though we have seen these words, we are running our life in a casual manner without trying to lead a holy life. Remember, that's not right. Let us focus on leading a holy life so that we'll be pleasing to God. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് ഡൗട്ടുകൾ ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം. സഹോദരങ്ങളെ, ഇത് പറയുമ്പോ ദൈവം എനിക്ക് തന്ന ചിന്തയാണ് നിങ്ങളോട് പറയുന്നത്. ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തർക്കിക്കാണെന്ന് ഞാനില്ല. കാരണം ഇത് നമ്മൾ അറിഞ്ഞാൽ നല്ലത്. ഇനി അറിഞ്ഞില്ലേലും നമുക്ക് വേണ്ടത് ജീവിതവിശുദ്ധിയുള്ള ഒരു ജീവിതമാണ്. ഓക്കെ, അപ്പൊ അതിന് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ഡൗട്ട് ഇങ്ങനെയാണ്, അപ്പൊ പാപം ചെയ്യുന്നവന്റെ പേര് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പറഞ്ഞതാരാ? നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സന്ദേശങ്ങൾ കേട്ടവരാണെന്നുള്ള ചിന്തയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പറഞ്ഞത് ദൈവമാണ്. അപ്പൊ അതിനെ തർക്കിക്കാൻ ആരും ഇനി മുന്നോട്ടേക്ക് വരത്തില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോ ദൈവം ഇത് പറഞ്ഞത് മോശയോടാണ് പറഞ്ഞത്. പുറപ്പാട് പുസ്തകം 32 നിങ്ങൾ ഓർക്കാൻ എളുപ്പമാണ്. X32 എന്നൊന്ന് ഓർത്താൽ മതി. എക്സ് എന്ന് പറയുന്നത് എക്സോഡസ്, പുറപ്പാടിന്റെ ഇംഗ്ലീഷ് വേർഡ്. അതിന്റെ ആദ്യത്തെ രണ്ടക്ഷരം എക്സ്. 32 ഓർക്കാൻ എളുപ്പമല്ലേ? അപ്പോ അതങ്ങ് ഓർത്തിരിക്കുക. ഇവിടെ മോശ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കടുപ്പം കൂടിയ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവത്തോട് പറഞ്ഞത്, നീ ഇസ്രായേൽ മക്കളോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നുണ്ടല്ലോ എന്റെ പേരങ്ങ് മായ്ച്ചേക്കാൻ. ഇച്ചിരി കടുപ്പം കൂടിയ പ്രാർത്ഥനയായിപ്പോയി. ഞാൻ പറയാം, ഞാൻ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി കടുപ്പം കൂടിയ പ്രാർത്ഥനയായിപ്പോയി. അപ്പൊ ദൈവം തിരിച്ചൊരു ആൻസർ കൊടുത്തു. അതായത് നമ്മൾ പറയുമ്പോൾ മായ്ക്കാനും എഴുതാനും ഇരിക്കുന്ന ആളല്ല ദൈവം. തിരിച്ച് ദൈവം ഒരു ഉത്തരം കൊടുത്തത് എങ്ങനെയാണ്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും. അപ്പോ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള വേടാണ്. ഇത് ദൈവത്തിന്റെ വേടാണ്. ആകാശം മാറും, ഭൂമി മാറും, ഈ വചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. നമ്മൾ ഇതിനെ ലൈറ്റായിട്ട് എടുത്തുകൊണ്ടൊന്നും ദൈവം മാറത്തില്ല. ദൈവം അങ്ങനെ തന്നെയാണ്. അപ്പോ മനസ്സിലാക്കുക, ഇത് പറഞ്ഞ ആള് ദൈവമാണ്. മനോഹരമായിട്ട്. Dear brothers, let us try to recap something we discussed in that message. In that message, we have an incident where God says that whoever sins against me, I will blot him out of my book. So this verse is in
Exodus chapter 32 onwards. That's easy to remember. It's easy to remember as X 32. So let me read that verse. Here in verse 32, Moses says, but in verse 32, Moses makes a hard prayer to God, a tough and stands to God, where he says that if you are unwilling to forgive their sins, then blot out Moses' name from the book of life. And to which God replies that whoever sins against me, I will blot out his name. So you can see that God is saying that's a very toughened stance that Moses took. I am not going to take such a stand. And here God replies that I am not sitting here in order to write and erase the name as you wish. So God Himself replies that whoever has sinned against me, I will blot him out of my book. So remember that this threat is given by God Himself, and it is very important that we keep that in mind. സഹോദരങ്ങളെ, ഇവിടെ വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പൊ ദൈവം നമ്മൾ പാപം ചെയ്യുമ്പോ നമ്മുടെ പേരും മാറ്റി കളയും. ഇനി വീണ്ടും നമ്മൾ നന്മ ചെയ്യുമ്പോൾ വീണ്ടും പേര് എഴുതും. പിന്നെ വീണ്ടും പാപം ചെയ്യുമ്പോ പേര് ദൈവം മാച്ച് കളയും. അങ്ങനെയാണ് ചിലർക്ക് മനസ്സിലായിരിക്കുന്നത്. എന്റെ സഹോദരനെ, അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കിയതിന്റെ വ്യത്യാസമാണ്. നമ്മള് പ്രസംഗകരിൽ നിന്ന് കേട്ടത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവമേ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് നമ്മളുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെ പ്രസംഗിച്ചു. അത് കേട്ടവര് അത് വീണ്ടും അപ്പച്ചന്മാര് പ്രസംഗിച്ചല്ലേ എന്ന് പറഞ്ഞ് അവർ വീണ്ടും പ്രസംഗിച്ചു. പക്ഷേ ഈ യാത്രയിൽ നാം മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുമ്പോ തിരുവചനത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളൊരു കാര്യം നാം മനസ്സിലാക്കണം. അവരുടേതായ ആ നല്ല മനസ്ഥിതി കൊണ്ടായിരിക്കും അതൊക്കെ പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ മെത്തേഡ് അതല്ലായിരുന്നു. ദൈവം ലോകാരംഭത്തിൽ തന്നെ രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ പേര്, അതാണ് തന്റെ ഫാമിലി രജിസ്റ്റർ എന്ന് ഞാൻ മനസ്സിലാക്കിയത്, തന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ രക്ഷിക്കപ്പെട്ടവരുടെ പേര് തുടക്കത്തിൽ എഴുതിയെങ്കിൽ ഇനി അവരുടെ പേര് മായ്ക്കുന്നത് ഇടയ്ക്ക് മായ്ച്ച് ഇടയ്ക്ക് എഴുതുന്ന പരിപാടിയല്ല. ഒരു പാപം ചെയ്യുമ്പോൾ എഴുതി, വീണ്ടും പാപം ചെയ്യുമ്പോൾ മായ്ച്ച്, പിന്നെ വീണ്ടും എഴുതി, രക്ഷിക്കപ്പെട്ടപ്പോൾ എഴുതി, അങ്ങനെയല്ല. പകരം അവരുടെ പേര് മായ്ക്കുന്നത് അന്ത്യകാലത്താണ്. അവരുടെ ജീവിതമെല്ലാം കഴിഞ്ഞ് അന്ത്യകാലത്ത്, അതായത് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇപ്പൊ നാം രക്ഷിക്കപ്പെടുമെങ്കിലും ആ രക്ഷ വെളിപ്പെടുന്നത് അന്ത്യകാലത്താണ്. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള രക്ഷ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വ്യക്തതയോടെ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. Dear brothers, one of the questions that we got was that someone asked me that if God is erasing the names of people who sin from this book of life, then is it like God will, when a person sins, he erases that person's name, and when he does an act of righteousness, does something righteous, God writes his name back, and then he sins again, does God erase it again, and then he writes back again? So that was one of the questions that was asked. Dear brothers, that's not how it happens. So traditionally what we have heard in the sermons is that when we attain salvation in Jesus Christ, it is at that point of time that our names are written into the book of life. But if we are willing to renew our mind and attain transformation, if we look at the word of God as we discussed last time, we would see that that's not how it happens. God has written the names of everyone who is supposed to be saved in the book of life from before the beginning of the world itself. And so if God has written the names of these people at the before the beginning of creation itself, then it is only at the very end that God will erase the names of those who have not attained salvation. And it is at that point of time that our salvation will also be fully revealed. So even though we have believed in Jesus and attained a salvation in a sense right now, but it is at that point of time that
our salvation will be fully revealed as Jesus, as it is written that salvation that is to be revealed at the end of age, end of times. Hallelujah. ഇത് അത് ഉറപ്പിക്കാനായിട്ട് ഒരു വചനം നിങ്ങളോട് പറയാം. 1 പത്രോസ് 1:3. പണ്ടൊരു കാത്തോലിക്ക സഹോദരൻ, ഒരു ഇവാഞ്ചലിസ്റ്റ് ചോദിച്ച ചോദ്യമാണ്, എന്താണ് ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്ന്. ഇന്നേ രക്ഷിക്കപ്പെട്ടല്ലോ, സത്യമാണ്, ഇന്നേ രക്ഷിക്കപ്പെട്ടു. പക്ഷേ ഈ യഥാർത്ഥത്തിൽ രക്ഷാപൂർത്തിയിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളത്, ജീവപുസ്തകത്തിൽ നിന്റെ പേര് മാറ്റിയോ നിലനിൽക്കുമോ എന്നുള്ളത് ഇപ്പൊ അറിയില്ല, അന്ത്യകാലത്തെ അറിയുകയുള്ളൂ. അതായത് നീ ജയിച്ചാൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിലനിൽക്കും, നീ തോറ്റാൽ നിന്റെ പേര് ജീവപുസ്തകം മാഞ്ഞു. ഇതാണ് 1 പത്രോസ് 1:3 മുതൽ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ ശ്രദ്ധിക്കുക, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പോ അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷയാണ്. അതിനുവേണ്ടി ഇപ്പോൾ വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ട എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ജയിച്ചാൽ അവകാശം കിട്ടും. ഇതാണ് വെളിപ്പാട് 21:7 പറയുന്നത്, ജയിക്കുന്നവർ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ ജയിക്കാത്തവനോ? ദൈവത്തിന്റെ വചനം വളരെ ക്രിസ്തുക്കളായിട്ട് യേശുക്രിസ്തു പറയുകയാണ്, ജയിക്കുന്നവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ. അപ്പൊ ആരുടെ പേരാ ജീവപുസ്തകം മായ്ച്ചു കളയാത്തത്? ജയിക്കുന്നവൻ, അവകാശം പ്രാപിക്കുന്നവന്റെ പേര് മായ്ച്ചു കളയത്തില്ല. അതിന്റെ അർത്ഥം അല്ലാത്തവന്റെ പേര് മായ്ച്ച് കളയും. നാം ഭയപ്പെടേണ്ട വേടാണ് കേട്ടോ ഇത്. ശ്രദ്ധിക്കുക, ഇന്ന് ലോക ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ സ്തുതി ആരാധന കൊണ്ട് അവസാനിക്കരുത്, ജയം പ്രാപിക്കണം. Dear brothers, now some of you may ask, haven't we already attained salvation? Yes, we have already attained salvation in salvation through our Lord Jesus Christ. But the salvation will be fully revealed, completed only at the end of times. We need a verse in support of this. So if you remember, we had already discussed this topic with respect to a question from one of our brethren in US. So let us discuss that verse. It is in 1 Peter 1:3. So let me read from there. Blessed be the God and Father of our Lord Jesus Christ, who according to his great mercy has caused us to be born again to a living hope through the resurrection of Jesus Christ from the dead, to obtain an inheritance which is imperishable and undefiled and will not fade away, reserved in heaven for you, and who are protected by the power of God through faith for a salvation ready to be revealed in the last time. So here we see that although we have already saved, we have already attained a salvation in some sense, in a sense, but the salvation will be fully revealed only at the end of times, and only at that time that our names will not be erased from the book of life. And here again it says that to obtain, from verse 4, to obtain an inheritance which is imperishable and undefiled. So we can see the parallel verse in Revelation chapter 21 says, where it says that to whom he wins, 21 saying, to him who wins, I'll give this as an inheritance, that he will be my son and I'll be his God. So what happens to those who does not win? Again, let me point you out to redirect your attention to another verse in Revelation itself, which our Lord Jesus says that to him who wins, I will not erase his name from the book of life. So that means that we should, in order to make sure that our names are not erased from the book of life, we should win, and we should be careful in how we live our life for that matter. Hallelujah. മനസ്സിലായി ചിന്തിക്കുന്നു. ആ വേട് നമുക്കൊന്ന് വെളിപ്പാട് പുസ്തകം 3:5 നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്യുമ്പോഴല്ല പേര് മായ്ക്കണേ, നമ്മുടെ ജീവിത അവസാനത്തിലേക്ക് വരുമ്പോ നമ്മുടെ ഹോൾ ലൈഫ് ദൈവം കൺസിഡർ ചെയ്യും. അവൻ
ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ആ ഹോൾ ലൈഫ് കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് ജയിച്ചോ തോറ്റോ തീരുമാനിക്കണേ. എന്നിട്ടാണ് മായ്ക്കണോ വേണ്ടയോ എന്ന് ദൈവം തീരുമാനിക്കണേ എന്നാണ് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. സഭയോട് പറയാണ് വെളിപ്പാട് പുസ്തകം 3:5 യേശുക്രിസ്തു നേരിട്ട് പറയാണ്, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ശ്രദ്ധിക്കുക, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. പുറപ്പാട് 32 മുതൽ വായിച്ചപ്പോ പിതാവ് മോശയോട് പറഞ്ഞു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ ഞാൻ മായ്ച്ചു കളയും. ഇവിടെ പുത്രനായ ക്രിസ്തു പറയുകയാണ്, ജയിക്കുന്നവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയാതെ. അതിന്റെ അർത്ഥം ജയിക്കാത്തവന്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. എപ്പോ? നമ്മളുടെ ജീവിത അവസാനമാണ്, ജീവിതം കഴിഞ്ഞിട്ടാണ് അത് ദൈവം തീരുമാനിക്കണേ. മായ്ക്കണോ വേണ്ടത് ഇടയ്ക്ക് വെച്ച് മായ്ക്കുക എഴുതുക അങ്ങനെയുള്ള പരിപാടികളില്ല. നമ്മുടെ ജീവിതം കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് എന്താണെന്ന് ദൈവം തീരുമാനിക്കുന്നത്. അതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ എന്ന തിരിച്ചറിവ് വേണം. എന്നിട്ട് പറയാണ്, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നദ്ധിയിലും പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റ് പറയോ. ഹല്ലേലൂയ. നാം പലപ്പോഴും ഭൂമിയിൽ മാത്രമല്ലേ റെക്കമെൻഡേഷൻ കണ്ടിട്ടുള്ളൂ. ആ സ്വർഗത്തിലും ഉണ്ട് റെക്കമെൻഡേഷൻ. ഹല്ലേലൂയ. അപ്പൊ യേശു പറയാണ്, എന്റെ പിതാവിന്റെ മുമ്പിലും പിതാവിന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഞാൻ ഏറ്റു പറയാം. അതുകൊണ്ട് യേശുവിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളുക. Dear brothers, so as we discussed, God is not going to erase our name and write it again and then erase and write it again, as the brother had asked in this doubt. How it will happen is at the end of times, God will judge our entire life, as Paul says that everyone will receive according to what he has done, whether good or bad. So, and let's look at the verse that we discussed just before. This is in Revelation chapter 3 verse 5, where Jesus says that he who overcomes will thus be clothed in white garments, and I will not erase his name from the book of life, and I will confess his name before my Father and before his angels. So here Jesus says that if a person overcomes, he will be clothed in white garments, and he will not, and his name I will not erase from the book of life. Remember in Exodus chapter 32, the Father is saying that I will erase the names of those who have sinned. And here this is saying that these people I will not erase from the book of life. So so dear brothers, this is the salvation that is to be revealed at the end of times. As we discussed, we have already attained salvation when we believed in Jesus Christ, but the salvation is completed only at the end of times, and this is the place where the salvation is completed. And in order for that, we should here again we can see that Jesus says, I will confess his name before my Father and his angels. So we can see this is a recommendation. We have seen recommendation in this world, but this is a recommendation in the heavenly realm, where Jesus is recommending us to our heavenly Father, to our heavenly Father. So dear brothers, we should be careful to live a life that is pleasing to our Lord Jesus. Praise God, praise God. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പാണ്. ഇത് നമ്മൾ പല വേടുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എറേസ് ചെയ്യുന്നത് അന്ത്യകാലത്താണ്, നമ്മളുടെ കോഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോ ദൈവം ഓൾറെഡി നമ്മളുടെ പേര് എഴുതി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് മാറ്റം വരുവാൻ ഒരാളും ഇടയാക്കരുത്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ദൈവിക വഴികളിൽ ജീവിക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലോകത്തിന്റെ വഴികളിൽ ജീവിച്ച് നമ്മളുടെ ഇഷ്ടത്തിൽ ജീവിച്ചാൽ
നമ്മളുടെ പേരുകൾ മായ്ക്കപ്പെടും. കാരണം നമ്മൾ തോറ്റുപോകും. യേശു പറഞ്ഞു, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കണം. Dear brothers, let me recap. Our names were written into the book of life before the foundation of this world, and the names of those who will be raised after at the end of this world. And so, dear brothers, we should live a holy life, and we should not do anything that will cause our names to be erased from the book of life. We should live a life in according to the standards of our Lord Jesus and our Heavenly Father, for that matter. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ച ഭാഗം ഒന്നും കൂടെ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മറന്നുപോയവർക്ക് അതൊരു ഓർമ്മയാകും. ഇത് ലോക സ്ഥാപനത്തിങ്കലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതാ ശിഷ്യന്മാരോട് പറഞ്ഞ രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നേരത്തെ സംസാരിച്ചത്. ഭൂതങ്ങൾ പുറത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് 70 ശിഷ്യന്മാർ കടന്നു വരുമ്പോൾ യേശുക്രിസ്തു അവരോട് പറഞ്ഞത്, ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല. അതിന്റെ അർത്ഥം ഭൂതങ്ങൾ പുറത്തു പോകേണ്ടെന്നല്ല, അത് ആവശ്യമാണ്. എന്നാൽ ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല, പകരം നിങ്ങളുടെ പേര് അല്ലെങ്കിൽ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ സന്തോഷിക്കുക എന്നല്ല, എഴുതാൻ പോണതിൽ സന്തോഷിക്കുക എന്നല്ല, എഴുതിയിട്ടുള്ളതിൽ സന്തോഷിക്കുക എന്നൊരു പാസ്റ്റ് ടെൻസ് ആണ് അവിടെ പറയുന്നത്. മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന്റെ സമയത്ത്, ആ പ്രസംഗ സമയത്തും ആദ്യത്തെ 3.5 വർഷ സമയം ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞിട്ട് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്ന് ഒരുവൻ വിശ്വസിച്ച് കഴിയുമ്പോഴാണ്, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറയുമ്പോഴാണ് ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അതിനു മുമ്പേ ശിഷ്യന്മാരുടെ പേരുകൾ ഇതാ ജീവപുസ്തകത്തിൽ ഉണ്ടെന്നാണ് ഈ കുഞ്ഞാട് തന്നെ പറയുന്നത്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് ഉണ്ട്. ഇത് തന്നെയാണ് സങ്കീർത്തനം 139 നാം കാണുവാനായിട്ട് ഇടയാകുന്നത്. നമുക്കത് വായിക്കാം. Dear brothers, let us try to recap what we discussed that day, that our names are written in the book of life before the foundation of this world. And as an evidence, we brought a verse where the disciples of Jesus have returned to Jesus after casting out demons and after healing people. And there Jesus says to them that don't be happy that the demons are running away from you, are being cast out by you. Jesus is not saying that is bad. He's saying that is good. But Jesus is still saying that be happy because your names are written in the book of life. And remember that this is during the 3.5-year ministry of our Lord Jesus. And 3.5 ministry of our Lord Jesus. So these people have not yet been saved, because salvation came only after our Lord Jesus was crucified, that is his atoning sacrifice, and resurrected. And after that, a person believes that Jesus was crucified for our sins, and he confesses Jesus as our Lord and Savior. It is then that a person gets saved. It is then that a person attains salvation. So remember that these disciples of Jesus had not attained salvation at that point of time, but still Jesus says that be more happy that your names are written in the book of life, more than that these demons are being cast out by you. Because Jesus says that is a thing that you should be happy about, but remember that be more happy that your names are written in the book of life. Let us look at another verse in this support, that is Psalms 139. Psalms 139 പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പ്രപഞ്ചം, അതായത് എന്തെങ്കിലും ഉരുവാകുന്നതിന് മുമ്പേ ഇതാ ഞങ്ങളെ കുറിച്ചുള്ളതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. ഇനി വെളിപ്പാട് 13:8 വരുമ്പോ അവിടെ പറയാണ്, ലോകസ്ഥാപനം മുതൽ, സമയം ഓർക്കുക, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ. അപ്പൊ ജീവപുസ്തകത്തിന്റെ ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവപുസ്തകമാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും
അതിനെ ആന്റി ക്രൈസ്റ്റിനെ നമസ്കരിക്കും. അപ്പൊ എപ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്? ലോകസ്ഥാപനത്തിലാണ്. ഇത് തന്നെയാണ് വെളിപാട് 13:8 17:8 പറയുന്നത്. നമുക്ക് 13:8 മാത്രം ഒന്ന് വായിക്കാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ, വായിക്കാൻ നമുക്കൊരാളുണ്ടല്ലോ, സഹോദരി. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോ അത് എഴുതപ്പെട്ടിരിക്കുന്ന ലോകസ്ഥാപനത്തിൽ. ഇനി ഇത് നമുക്ക് സാംസ് 139 ഉറപ്പിക്കാം വീണ്ടും. Go ahead. Dear brothers, let us look at. Yeah. Go ahead, Wilson. Dear brothers, let us look at 2 verses for this. In Psalms 139, we see that David says that you have written all about me in your book before I was even formed. And we see the same thing in Revelation chapter 13. In Revelation chapter 13, verse 8, where it is written about those who does not have their names written in the book of life, that they will follow the Antichrist. Let me read that verse. This is Revelation 13, verse 8. All who dwell on earth will worship him, everyone whose name has not been written from the foundation of the world in the book of life of the Lamb who has been slain. So here it says that whose books have not been written from the foundation of the world in the book of life of the Lamb that has been saved. So the names are written in the book of life from the foundation of this world. Let us come back to Psalms 139. 139 വായിക്കണം. സമയം സേവ് ചെയ്യാൻ വേണ്ടി 15ഉം 16ഉം മാത്രം നമുക്ക് വായിക്കാം. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ, അതായത് സൃഷ്ടിപ്പ് പോലും നടന്നിട്ടില്ല, ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് 15ഉം 16ഉം വായിച്ചേ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. Glory to God. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിയമിക്കപ്പെട്ട നാളിൽ, അതായത് ദൈവം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, പർപ്പസ് ചെയ്ത നാളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് തന്നെ ഇതാ നമ്മളെ കുറിച്ചെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. ലോകസ്ഥാപനം മുതൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്. ഇനി ഈ കോഴ്സ് കഴിയുമ്പോ അതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷ. ആ സമയത്ത് നമ്മുടെ പേര് അവിടെ തുടരണം. ജയിക്കുന്നവന്റെ പേര് അവിടെ തുടരും, ജയിക്കാത്തവന്റെ പേര്, ബൈബിൾ ഭാഷ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പിതാവ് പറയാണ്, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ ഞാൻ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയും. അതുകൊണ്ട് ഈ ലോക ജീവിതം ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഓരോരുത്തരും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. Dear brothers, let us read Psalms 139 chapter. Ideally, we should read from chapter 13 to verse 13 to 16, but for time's sake, let us read from verse 15 and 16. The verse says, "My frame was not hidden from you when I was made in secret and skillfully wrought in the depths of the earth. Your eyes have seen my unformed substance, and in your book were all written the days that were ordained for me, when as yet there was not one of them." So here it says that in your book were all written the days that were ordained for me. That is, all the days that I should pass on. When as yet there was not one of them. That is, those days has not even a single day of that had passed, but still all those days, information about all those days were already written in your book. So, dear brothers, we see that our names are written in the book of life from the beginning of, from the foundation of the world, and people's names are erased from the book of life only after the end of times. And it should be our endeavor that our names should remain even after that, that our names are not erased. And for that sake, we should live a holy life in God, pleasing to our Lord Jesus Christ. Hallelujah. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഓക്കെ,
ലോക സ്ഥാപനത്തിങ്കൽ നമ്മുടെ പേരെഴുതി ഇതാ നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ രക്ഷാപൂർത്തിയുടെ ആ സമയത്ത്, അന്ത്യകാലത്ത് വെളിപ്പെടുന്ന രക്ഷയുടെ സമയത്ത് നമ്മൾ ജയിച്ചാൽ നമ്മുടെ പേരവിടെ ഉണ്ട്, തോറ്റാൽ പേര് നഷ്ടപ്പെടും. അപ്പോ തോക്കാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ക്രിസ്തുവെ അനുഗമിക്കുക, ക്രിസ്തുവോട് പഠിക്കുക. സഹനങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകും, അതിലൊന്നും പിറുപിറുക്കാതെ ഇതെല്ലാം എൻ്റെ കോഴ്സിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്ന് നമ്മുടെ കർത്താവിനെ ഓർത്തുകൊണ്ട് ആ പാദപീഠങ്ങളെ അനുഗമിച്ച് ജയം പ്രാപിക്കുക. അതോടുകൂടെ ഒന്നാമത്തെ സംശയത്തിന്റെ ഉത്തരം ഞാൻ ക്ലോസ് ചെയ്യുക. Dear brothers, I hope we have answered the first question. Just to recap, so our names are written in the book of life at the foundation of the world, and only it is at the end of times that people's names are erased from the book of life, and it should be our endeavor that our names are not erased from the book of life. In order for that, we should follow Jesus. We should be a disciple of Jesus, follow Jesus, and we will have our sufferings in this world. We will have our sufferings and other obstacles in this world. But remember that we should follow Jesus and fight against sin by taking the example of Jesus, who fought against sin to the extent of giving up his life. So we should also follow Jesus even in our sufferings and not grumble about that, and know that these are all just part of our course. അപ്പൊ കാര്യങ്ങളെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുതിയൊരു വിൻഡോയെ സഹോദരിയെ കാണുന്നു, സിന്ധു പത്തനംതിട്ട. സന്തോഷത്തോടെ സിസ്റ്ററെ വെൽക്കം ചെയ്യുകയാണ്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഇതിൽ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രീവിയസ് മെസ്സേജ് പോയി കേൾക്കണം കേട്ടോ. ഇതിന്റെ പ്രീവിയസ് മെസ്സേജ് നിങ്ങൾ പോയി കേൾക്കുക. അപ്പോ ജീവപുസ്തകത്തെ കുറിച്ചുള്ള കുറെ നമ്മളിതെല്ലാം അതിൽ പറഞ്ഞിട്ടില്ല, ആ സംശയമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ മോശ രക്ഷിക്കപ്പെട്ടിട്ടില്ല, മോശയുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്. ശിഷ്യന്മാരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്ന സമയത്ത് അവരുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവപുസ്തകത്തിൽ പേരുണ്ട് എന്നുള്ള കാര്യം. നമ്മളുടെ ആ കാരണവന്മാരുടെ അവരുടെ ഉത്സാഹം കൊണ്ട് അവർ പറഞ്ഞു പോയതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്. ഇനി അത് മായ്ക്കാതിരിപ്പാൻ നമ്മൾ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം, ജീവപുസ്തകത്തിൽ പേരുള്ളത് കൊണ്ടാണ് നമ്മളെ ദൈവം രക്ഷയ്ക്കായി വിളിച്ചത്. ഇത് തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇനി ജീവപുസ്തകത്തിൽ പേരില്ലാത്ത കുറെ പേരുണ്ട്, അതുമായുള്ള ബന്ധത്തിലെ കാര്യത്തിലേക്ക് കടന്നു വരാം. ഇതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 13:8 വായിച്ചപ്പോൾ എന്താ എഴുതിയേക്കണേ? ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരൊക്കെ ആന്റിക്രൈസ്റ്റിന്റെ പുറകെ പോകുന്ന എഴുതിയേക്കണേ. ഇത് ശ്രദ്ധിച്ചായിരുന്നോ അത്? അപ്പൊ ഒരു കൂട്ടരുടെ പേര് ജീവപുസ്തകത്തിൽ ഉള്ളപ്പോൾ തന്നെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത കുറെ പേരുണ്ട്, അവർ ആന്റിക്രൈസ്റ്റിന്റെ പുറകെ പോകും. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം അതുമായുള്ള ബന്ധത്തിലാ. ഇതെനിക്ക് ആകപ്പാടെ സംശയം, ഇത് പറഞ്ഞു തരണോ വേണ്ടേന്ന്. കാരണം ബേസ് ഇല്ലാത്തവരോട് ഇതൊക്കെ പറഞ്ഞു തന്നാൽ അവർക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകത്തേ ഉള്ളൂ. വായിച്ചേ വെളിപ്പാട് 13:8 വായിച്ചേ. അതില് ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരുടെ കാര്യമോ എഴുതിയേക്കണേ? ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. കണ്ടോ? അപ്പൊ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ഒരു കൂട്ടരുണ്ട്, അവരൊക്കെ ആന്റിക്രൈസ്റ്റിന്റെ പുറകെ പോകുന്ന പറയണേ. ഹല്ലേലൂയ. പേരില്ലാത്തവർ. ഇനി ഇത് വീണ്ടും കൺഫേം ചെയ്യുകയാണ് വെളിപ്പാട് 17:8. അതുകൂടി ഒന്ന് വായിച്ചേ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോക സ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. കേട്ടോ? ലോക സ്ഥാപനത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയപ്പോ ഇവരുടെ പേര് എഴുതിയിട്ടില്ല, അവര് ആന്റിക്രൈസ്റ്റിന്റെ പുറകെ പോവും. ഹല്ലേലൂയ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുക. പിടുത്തം കിട്ടിയല്ലോ കുഞ്ഞുങ്ങളെ. കാരണം 2 ടൈപ്പ് സ്പീഡാണുള്ളത്. ഗോഹേ.
Dear brothers, I hope that we have answered this question. If you have further doubts, please refer to the video from before where we discussed all the other verses. So as you know, our names are written from the beginning of the foundation. Moses' name was already written in the book of life even before Jesus came. So even before he attained salvation, before they attained salvation, the book of the names of the disciples were also written in the book of life. And so we also discussed at that point of time that the reason we are attaining salvation in Lord Jesus, salvation through Lord Jesus, is because our names are already written in the book of life. So it is in relation to this that the next question comes. And the next question is, what about those whose names are not written in the book of life from the foundation of the world? And this, I have a confusion whether I should address this now or not, because if people don't have the base and they hear it, they may end up in even greater confusion. But still, I'm going ahead, and let us look at the verse in Revelation chapter 13:8, which we read just before. All who dwell on earth will worship him, everyone whose name has not been written from the foundation of the world in the book of life of the Lamb who has been slain. So this is about people who are following Antichrist, the people whose names have not been written in the book of life from the beginning of the world. They are following Antichrist. And this is again reinforced in Revelation chapter 17, verse 8 onwards. The beast that you saw was and is not and is about to come up out of the abyss and go to destruction. And those who dwell on earth whose names has not been written in the book of life from the foundation of the world will wonder when they see the beast that he was and is not and will not come. So again, we are seeing that people whose names have not been written in the book of life from the beginning of the world, they are getting deceived by the Antichrist. നമ്മള് ഇതുമായിട്ടുള്ള ബന്ധത്തില് രണ്ടാമത്തെ സംശയത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. ആ സംശയം നമ്മുടെ ആ മുഴുവൻ മെസ്സേജ് കേട്ടപ്പോ, 1 മിനിറ്റ് മെസ്സേജ് കേട്ടപ്പോ, അതായത് നമുക്ക് ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു മിനിസ്ട്രിയാണ്. ഈ 1.5 മണിക്കൂർ 2 മണിക്കൂർ മെസ്സേജിന്റെ ഉള്ളിൽ നിന്ന് 1 മിനിറ്റ് മെസ്സേജ് ഉണ്ടാക്കി വിടും, യൂട്യൂബിലേക്ക് ഫേസ്ബുക്കിലേക്കൊക്കെ. അതിന്റെ കണ്ടന്റ് അത് കോർ മാത്രമുള്ള അതിന്റെ എസൻസ് എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. ഈ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് എസൻസ് എടുക്കത്തില്ലേ, അങ്ങനെ എസൻസ് മാത്രമേ ഉള്ളത്. അപ്പോ അത് കേട്ട് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള ബോഡി, ആ മെസ്സേജിന്റെ ബോഡി എന്നാന്ന് കേൾക്കാത്തവർക്ക് കൺഫ്യൂഷൻ വരും. അപ്പോ ആദ്യം അത് കേട്ടപ്പോ 1 മിനിറ്റ് മെസ്സേജ് കേട്ടപ്പോ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയി. എന്നാൽ മുഴുവൻ മെസ്സേജ് നമ്മുടെ സഹോദരങ്ങൾ അയച്ചു കൊടുത്തപ്പോ അത് കേട്ടപ്പോ എല്ലാവരും നമുക്ക് കൺഫ്യൂഷൻ മാറി. വീണ്ടും അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിൻ ആകാശത്തിലൂടെ ഫ്ലൈറ്റ് പോകുമ്പോൾ എയർ ഗട്ടർ വരുമ്പോ പെട്ടെന്ന് സൈറൻ അതിൽ ചെറിയൊരു ബീപ്പ് സൗണ്ട് വരും. തുടർന്ന് പറയും നിങ്ങളുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു പോകുന്നത് പോലെ ശ്രദ്ധയോടെ വചനത്തിലൂടെ മാത്രം കയറി പോയാൽ ഈ കാര്യം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷനായി മാറും കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും ഇതാ, നിങ്ങള് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ സ്വർഗരാജ്യത്തിലെത്തും. നിങ്ങളുടെ പേര് ജീവിതത്തിൽ മാറ്റത്തില്ല. അപ്പൊ ഇനി മനസ്സിലായില്ലെന്നും പറഞ്ഞുകൊണ്ട് പാടുപെടണ്ട, വിഷമിക്കേണ്ട. ഹല്ലേലൂയ. ഇതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മുഴുവൻ മെസ്സേജ് കേട്ടപ്പോൾ കുറെ ക്ലിയർ ആയി. ഒരു സംശയം, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ ലാസ്റ്റിൽ അതിൽ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത കളകളെ കാണുമോ? അപ്പൊ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ആളുകളുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, പേരില്ലാത്ത കളകളെ കാണുമോ? കാരണം ആ വ്യക്തി യേശുവിനെ വിശ്വസിച്ച കർത്താവ് രക്ഷകനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് പിതാവാം ദൈവത്തിന്റെ കുടുംബത്തിൽ മകനാകാൻ ആഗ്രഹിച്ചാൽ കഴിയുമോ? ഒന്ന് ക്ലിയർ ചെയ്ത് തരണം എന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചേ, കളകൾ അവിടെ കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബൈബിളിൽ നിന്നൊരു ഉത്തരം പറഞ്ഞു തരാനേ അറിയത്തുള്ളൂ. ഇതൊക്കെ ആര് കാണണം ആര് കാണണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് സ്വർഗത്തോ പിതാവാണ്. ഓക്കെ, അതൊന്നും എന്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പിന്നെ ബൈബിളിൽ നിന്ന് ഞാനൊരു വേർഡ് പറയാം. കർത്താവ് പറഞ്ഞത്, കള ദുഷ്ടന്റെ പുത്രന്മാർ, അവയെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഇത്രേ ബൈബിളിൽ നിന്ന് കാണുവാൻ കഴിയുന്നുള്ളൂ.
പക്ഷെ ഗോതമ്പിനെ അവിടെ വെച്ചിരിക്കുന്നത്, മത്തായി സുവിശേഷം 13 അധ്യായം പറയുന്നത്, ഗോതമ്പിനെ അവിടെ വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. അതിൽ ചിലത് 30, ചിലത് 60, ചിലത് 100, ചിലത് കളയുടെ കൂടെ കൂടി ഫലം കായ്ക്കാതെ അതിനെ രാജ്യത്തിന്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും. Dear brothers, so let us come to the question that was asked. This was asked by another servant of God. So he happened to hear a 1-minute message of ours. So remember, that's also another ministry that we are doing, where we are cutting out small messages from our big messages, small 1-minute messages, for the ease of hearing of people. And this is like we are condensing, we are only taking out the very essence of that message. And sometimes when this person hears, he is not able to, since he does not know the overall context of that message, he had a confusion. And when we sent the message, he said that most of his confusion has been relieved, but he still has one more question remaining. The question that he remains is that to those who believed and attained salvation, God joined them into the church day by day, joined them with the Church of Christ day by day. So he was saying that will tares, we as we discussed, there are 2 types of seed. There is the wheat and there is the tare. And this servant of God is asking that will tares be also be among those who have joined the church? That is, they desire to have eternal life. They believed in Jesus' atoning sacrifice. They confess Jesus as Lord and Savior, and desire to be part of the Heavenly Father's family. And will such people, will these tares also join the church, and will they be cut off at the end? So dear brothers, please be careful when you hear this message. Try to focus only on the verses of God by flowing only through the verse of God. And even if you don't understand it fully, remember that this is not important for salvation. As long as you lead a holy life, we will be able to maintain our names in the book of life till the end of book of life at the end. So here, let me reply to you, brothers, that I can only reply from the Bible, and from the Bible, the only message that I can say is that the tares are the children of the devil, and they will be cut down at the end. I cannot say anything more than that. See, മത്തായി സുവിശേഷം 13:37 മുതല് കളയ്ക്ക് എന്ത് 40 വരെ വായിക്കുമ്പോ കളയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ള പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ പറയുന്ന ഒരു കാര്യം, കള കൂട്ടി തീയിലിട്ട് ചുട്ട് കളയും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ആ യേശു ക്രിസ്തു രണ്ടാമത്തെ വിത്തിന്റെ ഉപമ പറഞ്ഞപ്പോ അതിന് 37 മുതൽ 40 വരെ ഒന്ന് വായിച്ചേ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. ഹല്ലേലൂയ. സംഭവം ക്ലിയർ ആയല്ലോ. കള വിതച്ചത് ദുഷ്ടൻ, കള ദുഷ്ടന്റെ പുത്രന്മാർ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക യേശു പറയുന്നത്. കള എന്താണ്? ദുഷ്ടന്റെ, പിശാചിന്റെ മക്കൾ. അപ്പൊ പിശാചിന് ആരുണ്ട്? മക്കളുണ്ട്. 2 types of സീഡാണ് കടന്നു വരുന്നത്, സ്പിരിച്വൽ സീഡ്. ഒന്ന് രാജ്യത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ മക്കൾ. മറ്റത് പിശാചിന്റെ മക്കൾ. ഇനി അതാണ് കള. കളയെ അവിടെ എന്ത് ചെയ്യുന്ന പറയണേ? അവിടെ പറയാണ് കള വിതച്ച ശത്രു പിശാചാണ്. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനം സംഭവിക്കാൻ. അപ്പൊ കള എന്തിനുള്ളതാ? തീയിലിട്ട് ചുടുവാനുള്ളതാണ് കള. ഇത് എന്റെ കയ്യിൽ നിന്നൊന്നുമില്ല, യേശു ക്രിസ്തു പറയുന്നതാ. ഇത് കേട്ടിട്ട് നമ്മൾ സൂപ്പർ സ്പിരിച്വാലിറ്റി കാണിച്ച് ഇടറിപ്പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ഇതെല്ലാം യേശുവാ പറയണേ, കാര്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പോ ഇത് യേശുക്രിസ്തു പറഞ്ഞത് ആസ് ഇറ്റ് ഈസ് ആണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ പ്ലാനും പർപ്പസും വളരെ ഡീപ്പാണ്. ദൈവം 1 ടൈം യൂസിന് വേണ്ടിയും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം ഫ്യൂച്ചർ യൂസിന് വേണ്ടിയും
കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ് ഉണ്ടാക്കുമ്പോൾ വൺ ടൈം യൂസിന് വേണ്ടി ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ടാക്കും അല്ലേ? ട്രെയിനിൽ ചായ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നിത്യോപയോഗത്തിനായി സ്റ്റീൽ ഗ്ലാസ് നമ്മൾ മേടിക്കാറുണ്ട് അല്ലെ? അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയത്തില്ല. അപ്പൊ ദൈവത്തിന് തൻ്റെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ട്, തൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട്. പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടത് താൽക്കാലികമാണ്, ഭവനവുമായി ബന്ധപ്പെട്ടത് നിത്യമാണ്. Try to explain. Dear brothers, let me read the verse in question. This is Matthew chapter 13, verse 37 to 40. And he said, the one who sows the good seed is the Son of Man, and the field is the world. And as for the good seed, these are the sons of the kingdom, and the tares are the sons of the evil one. And the enemy who sowed them is the devil, and the harvest is at the end of age. So here it says that tares are the sons of the evil one. That is, tares are the sons of the devil, and devil sowed this, and the harvest is at the end of age. Let me continue with the verse. And the reapers are angels. So just as the tares are gathered up and burned with fire, so it will be at the end of age. So dear brothers, what I have presented to you is just the verse and nothing else. No interpretation from my side. And remember that you just need to believe this word. Don't try to do super spirituality and try to get more out of this. Try to interpret it in a twisted manner. So we just need to be careful that we follow our Lord Jesus, and we will be able to attain salvation at the end. We will be able, our names, our salvation will maintain, and we will be able to attain salvation, that full salvation, completion of salvation at the end. And remember that God's plan is very deep, and he has made things which are temporary for one-time use as well as for multiple uses. Remember that when we go to this travel via train, we get this tea and coffee which are given to us in one-time use cups, which we throw away after we drink the tea and coffee. And then there are like steel glasses which we buy in our houses for our everyday usage. In the same way, God too has made things with both one-time use as well as multiple use. And with respect to his project, there are things which are of one-time use, but with respect to his home, they are not of one-time use, they are for eternal use. ഇനി ഒരു കാര്യം പെട്ടെന്ന് പറയാൻ എനിക്ക് മനസ്സിലാകാൻ എളുപ്പമായിട്ടാ. ഞാൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളൊരു വീട് പണിയുകയാണ്. ഇതാ, നിങ്ങളൊരു വീട് പണിയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും താമസിക്കാൻ വേണ്ടിയാണ്. അപ്പോ അത് പണിയാൻ വേണ്ടി, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. വീട് പണിയുക, നിങ്ങൾ നിങ്ങളുടെ മക്കൾ താമസിക്കുക. ഇനി അത് പണിയാൻ വേണ്ടി നിങ്ങളൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുമ്പോൾ ആ കോൺട്രാക്ടർ ആ പണിയാൻ വേണ്ടി പണി സ്ഥലത്തേക്ക് പലതും കൊണ്ടുവരും. അതെവിടെ പലക കൊണ്ടുവരും, ആണി കൊണ്ടുവരും, കയറ് കൊണ്ടുവരും, മുള കൊണ്ടുവരും, ഇതെല്ലാം പലതും കൊണ്ടുവരുന്നുണ്ട് അവിടെ. ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ആ പണി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ആണിയുണ്ട്, പലകയുണ്ട്, കയറുണ്ട്, സിമെന്റ് ചട്ടിയുണ്ട്, പലതും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷെ പണി കഴിയുമ്പോ കയർ അവിടെ കാണത്തില്ല, ആണി അവിടെ കാണത്തില്ല, പലക അവിടെ കാണത്തില്ല. പകരം അവയെല്ലാം മാറ്റിയിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ അവിടെ ബഹളം വെക്കരുത്. ആണി എന്തിയേ, കയറെന്തിയേ, പലക എന്തിയേ എന്ന് ബഹളം വെക്കരുത്. ആണിയും കയറും പലകയും ഒക്കെ പ്രൊജക്റ്റിന്റെ ഭാഗമായിരുന്നു, റിസൾട്ടിന്റെ ഭാഗമല്ല. ആ റിസൾട്ട് ഉണ്ടാക്കാൻ ഈ വാർക്കാൻ വേണ്ടി പലക വേണം, ആണി വേണം, മുള വേണം, കയറ് വേണം. പക്ഷേ റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവയൊന്നും വേണ്ട. അവയൊക്കെ ഇതാ നിങ്ങൾ ആ സ്ഥലത്തുനിന്ന് മാറ്റും. പകരം നിങ്ങളും നിങ്ങളുടെ മക്കളും ആ വീട്ടിൽ കയറി താമസമാകും. മനസ്സിലായോ? ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പുതിയ യെരുശലേമിലേക്ക് തൻ്റെ മക്കളെ ആവശ്യമാണ്. അങ്ങനെ തൻ്റെ മക്കളോട് ചേർന്ന് പുതിയ യെരുശലേമിൽ ജീവിക്കണം. ഏത് മക്കളോട് ചേർന്ന്? നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും നീതിയുള്ള മക്കളോട് ചേർന്ന് ജീവിക്കണം. ഇതാണ് റിസൾട്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ്
ഈ മക്കളെ ടെസ്റ്റ് ചെയ്യുവാൻ, ഇവരെ ഒരുക്കിയെടുക്കുവാൻ, പല രീതിയിലുള്ള പ്രഷർ ഇവർക്ക് നൽകുവാൻ പലരെയും ദൈവത്തിന് ആവശ്യമാണ്. അവയൊക്കെ പ്രൊജക്ടിന്റെ ഭാഗമാണ്, റിസൾട്ടിന്റെ ഭാഗം അല്ലേ അല്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഇത് മനസ്സിലാകാൻ എളുപ്പം. Dear brothers, I had already given this analogy multiple times with respect to a project and the end result. So this analogy that I have already given, where remember, when you are going to build a house, you are building that house for yourself and for your children. And when you are going to build a house, you hire a contractor who hires laborers and who brings many things into the site. For example, for making scaffolding, they bring these rods, they bring these plates, they bring ropes, they bring nails and all those kinds of things. And you come in there and you are pretty pleased. And once they have built and they completed the house, then you come again and you see that there is no bamboo poles for the scaffolding, there is no plates for the scaffolding, no nails, no ropes, none of these. Will you be upset seeing that there are none of these at the house? No, right? Because the house was built for you and for your children. In this case, the result is the house, and the scaffolding, these other materials are for the scaffolding that is temporary. So in the same way, for God's case, the final result is the New Jerusalem, and in the New Jerusalem, God wants to live with His own children, and this New Jerusalem is a place where righteousness lives. There is no sin, and because of that, where righteousness lives, and because of that, God is testing His children in this world itself. And in order to test His children, there are many temporary things like the poles, the scaffolding, and all those kinds of things. There are temporary things in this world, but they won't end up in the final result, which is the New Jerusalem, where God lives with His children. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനത്തില് റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ കരുണാപാത്രങ്ങളും കോപപാത്രങ്ങളും. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് ചവയ്ക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് തന്നതാണ്. ഈ ആഴ്ച മുഴുവൻ ചവച്ചുകൊണ്ടിരിക്കുക. ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ചയിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് കേൾക്കുവാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. അപ്പൊ കോപപാത്രങ്ങളും കരുണാപാത്രങ്ങളും എവിടെയുണ്ട്? റോമാലേഖനത്തിൽ. അതാണ് ക്ലൂ. കണ്ടുപിടിച്ച് വായിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അത് മനസ്സിലാക്കി നമ്മൾ അടുത്ത ആഴ്ച ഇതിന്റെ തുടർന്നുള്ള സന്ദേശം നമുക്ക് ശ്രവിക്കാം. ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. Dear brothers, in this respect, let me also put in front of you something for you to chew on for the rest of the week. I'm not giving the exact verse, but this is in the book of Romans, and it speaks about vessels of wrath and vessels of mercy. God's vessels of wrath and God's vessels of mercy. I would urge you all to go and find that out and try to understand that, and we can discuss that in our next message. So, dear brothers, let's trust in God, and let's pray now. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, മറിഞ്ഞു കിടക്കുന്ന ഈ ഗുപ്തനിധികൾ ഞങ്ങളെ അറിയിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ. നന്ദി അപ്പാ, നന്ദി. അങ്ങ് ഈ വചനത്തിലൂടെ റിലീസ് ചെയ്യുന്ന ജീവനായി നന്ദിയോടെ റിലീസ് ചെയ്യപ്പെടുന്ന ജീവൻ പ്രാപിപ്പാൻ അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങൾ എല്ലാവരെയും ശീലിപ്പിക്കണം. ഒന്ന് ഞങ്ങൾക്ക് പറയാനുണ്ടപ്പാ, നന്ദി, നന്ദി. ഞങ്ങളെ കരുണാപാത്രങ്ങളായി ലോകാരംഭം മുതലേ ഞങ്ങളെ കണ്ട അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയതിനായി നന്ദി. അങ്ങയുടെ പുത്രനായ ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ് ഞങ്ങൾ ഓർക്കുന്നു, ഭൂതങ്ങൾ പുറത്തു പോയതിലല്ല, നിങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതിൽ സന്തോഷിപ്പേ. താങ്ക് യു അപ്പാ, താങ്ക് യു, താങ്ക് യു ഡാഡ്, താങ്ക് യു.
ഈ മക്കളെല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ട വചനം അത് ബെരോവയിലുള്ളവരെ പോലെ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ച് ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുവാൻ അങ്ങയുടെ മക്കളെ അങ്ങ് സഹായിക്കണം. അങ്ങ് തന്നിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കും. ഇവർ നിത്യം ക്രിസ്തുവിൽ അനുഗ്രഹീതരായി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും ഇവർക്ക് ഞങ്ങൾക്കുള്ളതിനാൽ ആ അനുഗ്രഹത്താൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കരം കാണപ്പെടുവാനിടയായിട്ട് ഇതിനെ ഈ മക്കൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. നിത്യം 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 നിങ്ങളൊരു അനുഗ്രഹമായി തീരും. എല്ലാവിധ ആവശ്യങ്ങളുടെ മേലും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂട്ടായി. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാ. ദൈവത്തിന്റെ സൗഖ്യം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ കൊടുത്ത സൗഖ്യത്തിനായി, അങ്ങയുടെ സമാധാനത്തിനായി നന്ദി. സർവമഹത്വം ഞാൻ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവത്തോട് സംസാരിച്ചായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ദൈവത്തിന് തിരികെ കൊടുക്കാൻ നമ്മൾ പഠിക്കണം. സ്വീകരിക്കാൻ മാത്രമല്ല, കൊടുക്കാൻ പഠിക്കണം. നാം ദൈവത്തിന് കടക്കാരായിരിക്കരുത്. ഗ്ലോറി. ഹല്ലേലൂയ. നാളെ ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾക്ക് സമയം തരും. ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സൗഖ്യമോ സമാധാനമോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കടക്കാരായിരിക്കരുത് ദൈവത്തിന്. നിങ്ങളത് അറിയിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നിങ്ങൾ കടയിലേക്ക് പോയിട്ട് സാധനം വാങ്ങിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ, കുറച്ച് അരി വാങ്ങിച്ചു, ഗോതമ്പ് വാങ്ങിച്ചു, വിക്സ് വാങ്ങിച്ചു, പാല് വാങ്ങിച്ചു, നിങ്ങൾ മിണ്ടാതെ ഇറങ്ങിപ്പോരും. അതിന് പകരമായിട്ട് അവർക്ക് ദിനാറ്, ദിർഹം, ഡോളർ, യൂറോ, റുപ്പി കൊടുക്കും അല്ലെ. നമ്മൾ ദൈവത്തിൽ നിന്ന് പലതും സ്വീകരിക്കുന്നു. തിരികെ ദൈവത്തിന് മഹത്വം കൊടുക്കണ്ടേ? സ്വീകരിക്കുമ്പോ ആ മഹത്വം നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് ഹൃദയത്തിൽ. അതവിടെ വെച്ചോണ്ടിരുന്നാൽ നമുക്കത് രോഗമായി പല പല വിഷയങ്ങളായൊക്കെ മാറും. അത് ദൈവത്തിന് തിരികെ കൊടുക്കണം. കാരണം ദൈവം ആർക്കും കൊടുക്കാത്ത മഹത്വം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തിനുള്ളത് തിരികെ ദൈവത്തിന് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പൊ നാളെയുള്ള സമയം ഉണ്ടാവും. ഒരുങ്ങി വരിക. കഴിഞ്ഞ ആഴ്ചയിൽ സൗഖ്യം പ്രാപിച്ചവരുണ്ട്, ഇന്ന് സൗഖ്യം പ്രാപിച്ചവരുണ്ട്, ഇനിയിപ്പോ നാളെ പ്രാപിക്കാനുള്ളവരുണ്ട്, സമാധാനം പ്രാപിച്ചവരുണ്ട്. ഹല്ലേലൂയ. പലതും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചവരുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയാൻ ഒരുങ്ങി കടന്നു വരിക. അപ്പൊ തന്നെ നമ്മളുടെ അടുത്ത റിട്രീറ്റ് മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചയാണ്. അതിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഒരുമിച്ച് യേശുവിനോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരാകാം, സോൾസ് എക്സ്പോർട്ടേഴ്സ് ആയിട്ട് തീരാം. അതുകൊണ്ട് ഒരുമിച്ച് അധ്വാനിക്കുക. അപ്പൊ നിങ്ങൾ വരിക, സോൾസുകളെ പറഞ്ഞു വിടുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരാകാം. നാളെ സഭായോഗത്തിൽ നമുക്ക് പരസ്പരം കാണാം. ഏവരെയും ക്ഷണിക്കുകയാണ്. പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.